നടിയെ ആക്രമിച്ച കേസ് ഇപ്പൊ ഒന്ന് തണുത്തല്ലേ? സോഷ്യൽ മീഡിയയിലും തണുത്തു, മാധ്യമങ്ങളും നിർത്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് അറിയാം ദിലീപ് ഹൈക്കോടതി പോയാലും ഈ ഒരു തെളിവ് കൊണ്ട് വെച്ചിട്ടൊന്നും കാര്യമില്ല, ആൾ അവിടുന്ന് ഊരിപ്പോരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള മാധ്യമങ്ങളെ നിർത്തിയത്. അത് കൂടാതെ മറ്റൊരു ട്രെൻഡിങ്ങും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പുതിയ വിഷയങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ കടിച്ചു തൂങ്ങിയ വിഷയം അങ്ങ് വിട്ടുകളയും. എന്റെ കാക്ക അപ്പം കൊത്തി നിൽക്കുന്ന പോലെയാണ്, അങ്ങ് വിടും, അടുത്തത് പിടിക്കാൻ വേണ്ടി പോകുന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒന്ന് വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഈ ഒരു വിഷയം. ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നായകനെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെ ഈ വിഷയത്തിൽ നമുക്ക് കിട്ടിയ കുറച്ച് എവിഡൻസുകൾ കൊണ്ടുവയ്ക്കുക തന്നെ വേണം. സോഷ്യൽ മീഡിയയിലെങ്കിലും കുറച്ച് ആളുകൾ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ഇരയുടെ കൂടെയാണ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ നടക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. ദിലീപിനെ തകർക്കുക എന്ന ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. യഥാർത്ഥ പ്രതികളെ കിട്ടണം നമുക്കൊരു ആഗ്രഹമില്ല എന്നുള്ളതാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ലാല് തുടക്ക കാലഘട്ടത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ഒരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ട്. ലാലിന്റെ വാക്കുകളിൽ തന്നെയാണ് അത് ഒളിഞ്ഞു കിടക്കുന്നത് എന്നുള്ളത് നമുക്കത് തുറന്ന് കാണിക്കാം. പിന്നെ മാർട്ടിന്റെ ഭാഗം കാണിക്കുമ്പോൾ അയാളെ ഫുൾ ബ്ലറാക്കിയിരിക്കും. അതങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയാലോ എന്താ കാര്യം എന്നുള്ളത്. അപ്പൊ നേരെ വീട്ടിലോട്ട് കിടക്കാം. ആദ്യം പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലിന്റെ വായിൽ നിന്നും ഒരു നഗ്ന സത്യം പുറത്തു വന്നിട്ടുണ്ട്. അതായത് മാർട്ടിൻ തന്റെ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും അയാളെ പിടിച്ചു വെച്ചു എന്നുള്ളൊരു കാര്യമാണ്. ആദ്യം അതൊന്ന് കേൾക്കാം, എന്നതിന് ശേഷം നമുക്ക് എന്താണ് കാര്യമെന്ന് പറയാം. എന്റെ അടുത്തേക്കാണ് അവൾ ഓടി വന്നിരിക്കുന്നത്. ഞാനാണ് ആദ്യം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് വരുന്നത് ഈ സംഭവം നടക്കുന്ന ദിവസം അവൾ വന്ന് അകത്തേക്ക് കയറി. ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു കൂടെ, ഞാൻ പറഞ്ഞില്ലേ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവർ ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് തോന്നിയൊരു ഒരു തോന്നല, അതൊക്കെ ദൈവത്തിന്റെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ അവളെ കൊണ്ട് അവിടെ ഇരുത്തി ഇവിടെ വന്ന് ഫോൺ ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി, ആ ഡ്രൈവർ ആരാണ് ഡ്രൈവർ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അവൻ അവിടെ പോയി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ അവനെ ഓടിച്ചപ്പോൾ അവനെ വഴി കൂടി നടന്നു പോവുക. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവനെ ഓടിച്ചിട്ട് പിടിച്ച് ഞാനും എൻ്റെ ഡ്രൈവറും കൂടി പിടിച്ചുകൊണ്ടു ഇവിടെ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ അവൻ എനിക്ക് വയ്യ, എന്നെ അവരെ ചവിട്ടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതോ ഒരു ആരോ ഉണ്ടായിരുന്നു പറഞ്ഞു, അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകണം. ഇപ്പോൾ ഈ പ്രശ്നം കൊണ്ടുപോയി ചത്തൊന്നും പോകുന്നില്ല. ഈ ഇഷ്യൂക്കാൾ വലിയ ഇഷ്യൂ അല്ല ഇപ്പോൾ ആ ചവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തേക്കാൾ വലിയൊരു വിഷയമല്ല ഈ ഒരു ചവിട്ട് കൊണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളവിടെ പിടിച്ചവിടെ കൊടുത്ത് ഇരുത്തി എന്നാണ് ലാല് പറയുന്നത്. ആദ്യം പറഞ്ഞ വാക്ക് കേട്ടില്ലേ? നടി, ആക്രമിക്കപ്പെട്ട ഇരയാക്കപ്പെട്ട പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നേരെ മുറിയിൽ തന്റെ ഭാര്യയുടെ അടുത്ത് എത്തിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. അതിനുശേഷം നേരെ പുറത്ത് വന്നതിന് ശേഷം മാർട്ടിനെ തെരഞ്ഞു എന്നാ പറയുന്നേ. മാർട്ടിനെ പിടിച്ചു കൊണ്ടുവച്ച് മാർട്ടിനോട് പറഞ്ഞത്രേ അതിലും വലിയ വിഷയമൊന്നല്ല ഇത് എന്നുള്ളത്. അതായത് ലാലിന് സംഭവം വ്യക്തമായിട്ട് അറിയില്ല, എന്നിട്ട് പോലും മാർട്ടിനെ ഇവിടെ പിടിച്ചു വെച്ചു. കൊള്ളാം അല്ലെ? പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതികളൊക്കെ പിടിച്ച സമയത്ത് ഒരൊറ്റ ആള് മാത്രമാണ് മുഖം മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാർട്ടിൻ ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ മാർട്ടിനെ വെള്ളപൂശാനും നിൽക്കല്ല കേട്ടോ, പക്ഷെ ഒരു ഡൗട്ട് ഇവിടെ തീർക്കണം, അതുകൊണ്ടാണ്. ഇനി മാർട്ടിൻ പറഞ്ഞ ആ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, കേൾക്കൂ. ഞാൻ ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി ഗേറ്റിലൂടെ കഴിഞ്ഞപ്പോൾ വണ്ടി കുറച്ചുകൂടി ഗേറ്റിൽ വന്നു. വണ്ടി നിർത്താൻ നിർത്തി പറഞ്ഞു ഗവൺമെന്റിൽ ഒരു കാര്യം ആരോടും പറയണ്ട, മാറ്റി എവിടെയായിരുന്നാലും അവരുടെ ശ്രദ്ധ ഉണ്ടാവും മാറ്റിന്റെ മേലെ, അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട. പിന്നെ ലാലേട്ട് എന്ന് പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയുന്നത്. വണ്ടി ഉള്ളിൽ കയറ്റിട്ട് ഓപ്പോസിറ്റുകളിലേക്ക് വണ്ടി കയറ്റിട്ടു. വണ്ടി കയറ്റിട്ട് ലാല് ഡോറിന്റെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു. ഡോറ് ഇങ്ങനെ പുറത്തുനിന്ന് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് പകുതി തുറന്നിട്ടിട്ട് ലാലിനെ കെട്ടിപ്പിടിച്ച് അവര് അങ്ങോട്ട് ചെറുതായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ചൊന്നും നമുക്ക് അവിടെ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാൻ ആകെ ടെൻഷനിലാറുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. അത് ഇനി ലാലിന്റെ വീടിന്റെ ഉള്ളിൽ കയറ്റിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് മാർട്ടിൻ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്ന ഓക്കെ, ഇതാണ് മാർട്ടിന്റെ ഭാഗം. മാർട്ടിൻ നേരെ വാഹനം കൊണ്ട് മുറ്റത്ത് നിർത്തുന്നു. നടി നേരെ ആളെ പോയി കെട്ടിപ്പിടിച്ച് എന്തോ ഹഗ് ചെയ്ത് അകത്തേക്ക് കയറി പോകുന്നു. മാർട്ടിന്റെ അടുത്ത് വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പറയുന്നു ഇപ്പോ ഇവിടെ നടന്ന കാര്യങ്ങളും ഈ ഒരു വിഷയം ആരോടും പറയരുത് എന്നുള്ള കാര്യമൊക്കെ. ഇതൊക്കെ ഇയാള് കോടതിയിൽ പറഞ്ഞ കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ തെളിവില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ലാലിലേക്ക് തന്നെ പോകാനുണ്ട്. അതായത് ആ ദിവസം ഇര തന്നോട് പറയുന്നതിന് മുന്നേ ഈ ഒരു കാര്യങ്ങൾ താൻ എങ്ങനെ അറിഞ്ഞു, എന്നാൽ അങ്ങനെ ഒരു കാര്യം താൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ വാക്കിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇത് എന്നോട് ഈ കുട്ടി പറഞ്ഞിട്ടുള്ളതല്ല. ഞാനിതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് കേട്ടിട്ടില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്ന ഒരാളുമല്ല ഞാൻ. അവളെ ഫോട്ടോസ് എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ തകർന്ന് തരിപ്പണമായി പോയ ഒരു അവസ്ഥ ഉണ്ടായി. പക്ഷെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, വണ്ടിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ കൊട്ടേഷനാണ്, ഏതോ ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് പറയുന്നുണ്ടായിരുന്നല്ല, ഇവളോട് തന്നെ നേരിട്ട് പറയരുത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. ഓക്കെ, തന്നെ ആക്രമിച്ചത് ഇന്ന ആളാണെന്നും മാർട്ടിൻ അതിൽ പങ്കുണ്ടും എന്നുള്ളൊരു കാര്യമൊന്നും ഈ നടി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മാർട്ടിന്റെ പിന്നാലെ പോയിട്ട് പിടിച്ചു വെച്ച് മുറ്റത്തിരുത്തിയത്? അവിടെ ഇരിക്കും മോനെ, അതിനേക്കാൾ വലുതൊന്നല്ല ഇത്,
നിനക്ക് 2 ചവിട്ട് കിട്ടുന്നതിനെക്കാട്ടും വലിയ സംഭവം നടന്നു, നീ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. മാർട്ടിൻ അവിടെ ചെല്ലുന്ന സമയത്ത് പോലീസുകാരില്ലല്ലോ, ഇല്ല. നടി അവിടെ ചെല്ലുന്ന സമയത്ത് പോലീസുകാരുണ്ടോ, ഇല്ല. ആകെയുള്ളത് ലാലിന്റെ മകൻ, പിന്നെ ആ വീട്ടിലുള്ള കുറച്ച് ആളുകൾ, അത്രയേ ഉള്ളൂ. ഏതോ ഒരാൾ മതിൽ ചാടി പോയ കഥയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ, അതിന് വേറെ രീതിയിൽ വെള്ളം പൂശിയിട്ടുണ്ട്, അവിടെ കിടക്കട്ടെ. പക്ഷെ ഈ ഒരു നടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു, നേരെ ഭാര്യയുടെ അടുത്ത് കൊണ്ടാക്കി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് മാർട്ടിന്റെ അടുത്ത് പോയിട്ട് നിന്റെ ചവിട്ടിനേക്കാൾ വലിയ സംഭവം നടന്നു എന്ന് പറയുക? ഇതൊക്കെയാണ് ഭയങ്കര ഡൗട്ടുകൾ എന്നുള്ളതാണ്. ഇനി അടുത്തത്, അവനിൽ നിന്നാണ് ആദ്യത്തെ ക്ലൂ കിട്ടുന്നത്. ഈ അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നി ഇവൻ എന്തോ കുഴപ്പമാണ്. ഞാൻ അപ്പോഴേ പറയുന്നതിന് പ്രശ്നമുണ്ട്, അവൻ പറയുന്നത് ശരിയല്ല, അവൻ അഭിനയം ശരിയല്ല. ദൈവമേ, അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലായത്. അതൊരു കള്ള അഭിനയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഓക്കെ, ഈ ഒരു സംഭവം നടക്കുന്ന എപ്പോഴാ? അയാൾ അഭിനയിക്കുകയാണ് എന്നുള്ള ഒരു സംഭവമൊക്കെ തോന്നുന്ന എപ്പോഴാ? പി.ടി. തോമസ് സാറ് വീട്ടിൽ വന്ന സമയത്താണ്. ഏകദേശം 1.25 മണിക്കൂർ വീണ്ടും കഴിഞ്ഞ് പി.ടി. തോമസ് സാറ് ആൻഡോ ജോസഫ് ആ വീട്ടിലേക്ക് ചെന്നു. നേരെ ലാലിന്റെ അടുത്ത് സംസാരിക്കുന്നു, പോലീസുകാരോട് സംസാരിക്കുന്നു. അതിനിടയിൽ പി.ടി. തോമസ് സാറിന് ഒരു ഡൗട്ട് തോന്നിയതാണ്. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അയാളോട് ചോദിച്ചിട്ടുണ്ട്, മൊബൈൽ ഫോണും നമ്പറും മൊബൈൽ ഫോണിന്റെ അകത്തുള്ള സിം ഇല്ലായ്മയും ഒക്കെ പിന്നീട് നമ്മളത് മനസ്സിലാക്കി എന്നുള്ളതാണ്. പക്ഷെ അതിനിടയിൽ പി.ടി. തോമസ് സാറിന് തോന്നുകയാണ് മാർട്ടിന്റെ ആക്ടിങ്ങിൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത്. മാർട്ടിൻ പറയുന്നത് മാർട്ടിനെ ലാല് തല്ലി എന്നുള്ളതാണ്. ഒരു പക്ഷെ ലാല് അങ്ങനെ തല്ലിയതാകാം, അല്ലെങ്കിൽ മാർട്ടിന് കുറ്റം ചെയ്തിട്ടുണ്ടാകാം. 2 രീതിയിൽ തന്നെ വെക്കട്ടെ. എന്നാലും ഇപ്പോ ഈ ലാൽ ചേട്ടായി പറഞ്ഞു കേട്ടില്ലേ, അവന്റെ അഭിനയം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, അത്ര ശരിയായില്ല. നല്ലൊരു നടനായത് കൊണ്ട് എനിക്കത് മനസ്സിലായി എന്നാ പറയുന്നത്. അഭിനയം നോട്ട് ദി പോയിന്റ്. ഇനി മാർട്ടിൻ പറയും. ഇപ്പൊ നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട. എന്നെക്കാളും വലിയ ശക്തികൾ അവര് ഭരണപക്ഷത്തായാലും എല്ലാ രീതിയിലും നല്ല അധികാര കേന്ദ്രത്തിലേക്കുള്ളവരെങ്കിലും നല്ല ബന്ധത്തിലാണ്. നീ ലാലേന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയണേ അതനുസരിച്ച് കേട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ മാറ്റി നിന്റെ വീട്ടുകാർക്കും നിനക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളാണ്. നീ ഒരു കാര്യം ആരോടും പറയണ്ട. അവിടെ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയുക അതനുസരിച്ച് കേട്ടാൽ മതി. അത് എന്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട. പിന്നെ ആരും എന്ത് ചോദിച്ചാലും നടൻ ദിലീപും കാവ്യമാധവനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യരെ വിളിച്ച് അറിയിച്ചു. ഇതുള്ള വ്യക്തിവൈരാഗ്യം കാരണം ദിലീപിന് വൈരാഗ്യമായി. ഈ വൈരാഗ്യത്തിന്റെ പുറത്ത് അതിനെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തിരുന്നു മാത്രം നീ പറഞ്ഞേക്കാം. വേറെ ഒരു കാര്യം നീ പറയണ്ട. എല്ലായിടത്തും എന്റെ ആൾക്കാരുണ്ട്. നിന്റെ വായന വീണ കാര്യം ഒക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയുമ്പോൾ മതി. വേറൊരു ആരും എന്ത് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു ആടനെ മാറ്റി വെച്ചിട്ട് കയറ്റി വിളിച്ചിട്ട് 2 കുലുങ്ങ കൂലി തുറന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ ഭീഷണിപ്പെടുത്തി ആളുകൊണ്ടും ആൾബലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ കുറെ ഡയലോഗുകൾ പുള്ളിയെടുത്തായിരുന്നു. സ്മോള് വെച്ചിട്ടുണ്ടായിരുന്നു, സ്മോളിന്റെ മണം ഉണ്ടായിരുന്നു ഉള്ളതായിരുന്നു. ഇത് തന്നെ എന്റെ ഒരു 3 വെള്ള പേപ്പർ ഒപ്പിടിച്ച് വാങ്ങിച്ചാൽ ഇത് നീ എന്റെ ലക്ഷ്യങ്ങളും വാഞ്ചങ്ങളും തെളിവാന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ ചോദിക്കുന്ന സാധനം. ഓക്കെ, അതവിടെ കിടക്കട്ടെ. അതായത് തന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. നടി കാവ്യമാധവനെ ദിലീപിനെയും ഒരു മുറിയിൽ വെച്ച് ഇങ്ങനെ കണ്ടു എന്ന് പറയണമെന്ന് ലാല് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം മാർട്ടിൻ പറയുന്ന ഈ വാക്കുകളൊക്കെ എഴുതി വെച്ചത് നോക്കി വായിക്കുന്നു എന്നാണ് കുറെ ആളുകൾ അവകാശപ്പെടുന്നത്. എനിക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇനി ഈ മാർട്ടിനെ അറസ്റ്റ് ചെയ്യാനൊരു കാരണം കൂടി ഉണ്ടെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, മാർട്ടിനും സുനിയുമായിട്ട് മൊബൈൽ ഫോണിൽ കോണ്ടാക്ട് ആ ദിവസം 10-25 എണ്ണത്തോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് മാർട്ടിൻ തന്നെ മറ്റൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ കാലം തെളിയിക്കട്ടെ. ഇതിൽ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി നുണപരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലെ സത്യങ്ങൾ പുറത്തു വരും. ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട. ലാല് പറഞ്ഞ പല വാക്കുകളും പല ഇന്റർവ്യൂകളിലും വ്യത്യസ്തമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇതിനോടകം തന്നെ ഒരുപാട് യൂട്യൂബർമാർ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ് അല്ലേ. ഇവിടെ നടി ആക്രമിക്കപ്പെട്ടത് എങ്ങനെയാണ് ഏതാണെന്ന് അറിയുന്നില്ല. നടി നേരെ റൂമിലേക്ക് പോകുന്നു. മാർട്ടിനോട് വന്ന് ചോദിച്ച അല്ലെങ്കിൽ മാർട്ടിനോട് പറഞ്ഞ വാക്കുകളാണിത്. എന്നോട് നേരിട്ട് നടി ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ലാല് തന്നെ അതേ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നു, അല്ലെങ്കിൽ ആ ഒരു പത്രസമ്മേളനത്തിൽ തന്നെ പറയുന്നു. എങ്ങനെ ഇതൊക്കെ കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് ലാല് പറയുന്നത് സത്യമാണെന്ന് പറയാൻ കഴിയുക? വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാ. ലാലിലേക്ക് അന്വേഷണം പോയിട്ടില്ലല്ലോ, ലാലിന്റെ മകനിലേക്ക് അന്വേഷണം പോയിട്ടില്ലല്ലോ, ആ കാർ അന്ന് തന്നെ വിട്ടുകൊടുത്തില്ലേ, അങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ദിലീപ് പലപ്പോഴും പറഞ്ഞില്ലേ കേസ് CBIനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന്, എന്നെ നുണപരിശോധന വിധേയമാക്കണമെന്ന്. ഇതൊന്നും ഇരയുടെ ഭാഗത്തു നിന്നും വന്നില്ലല്ലോ. ഇതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. മാർട്ടിനെ വെള്ള പൂശാനല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരു സംശയം അവിടെ കിടക്കുന്നുണ്ട്, അത് ചോദിക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുണ്ടായിരുന്ന ജയിലിന്റെ ഇൻചാർജ് ഉണ്ടായിരുന്ന IPS ഉദ്യോഗസ്ഥ റിട്ടയർഡ് അവര് പറഞ്ഞു കേൾക്കാം. ശ്രീലേഖ IPS
എവിഡൻസ് ആയിട്ട് എന്നെ പോയിന്റ് ഔട്ട് ചെയ്തത് ദിലീപും പൾസർ സുനിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ്. അതായത് ഏതോ ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന, ദിലീപും വേറൊരാൾ നിൽക്കുന്നു, പുറകിലെങ്ങാണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അപ്പോൾ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ. അപ്പം ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ ഇത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ അന്ന് ഏറ്റവും സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ശരിയാ ശ്രീലേഖ പറഞ്ഞു അത് ഫോട്ടോഷോപ്ഡ് ആണ്, അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ആവശ്യമായതുകൊണ്ട് അത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് അംഗീകരിച്ചു. ഈയിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെ ആ ഒരു കാര്യം തുറന്നു പറയുമ്പോൾ അതൊക്കെ നുണയാണ് എന്ന് പറയാനോ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുള്ളതാണ്. ഇരക്ക് നീതി കിട്ടണമെങ്കിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കണമല്ലോ അല്ലെ. യഥാർത്ഥ പ്രതി ദിലീപാണ് എന്ന് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് തിട്ടൂരം വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ അതാണ് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അതൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയേ. എന്നതിന് ശേഷം വീണ്ടും ഒന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കിയേ. വ്യക്തമായിട്ട് അതിൽ തന്നെ തെളിവ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി പോലീസുകാർ കള്ള തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പൊളിഞ്ഞടങ്ങി. എന്തുകൊണ്ട് ഈ ഒരു ക്രിമിനൽ ആയിട്ടുള്ള പൾസർ സുനിയുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് ഈ രീതിയിൽ അന്വേഷണം പോയി? ഈ മാർട്ടിന്റെ വാക്ക് എന്തുകൊണ്ട് കേട്ടില്ല? രണ്ടാം പ്രതിയാണല്ലോ, എന്തുകൊണ്ട് കേട്ടില്ല? അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അന്വേഷണം പോവേണ്ട ഒരു വിഷയമായിരുന്നു. ഹൈക്കോടതിയിൽ ഈ കേസ് മിക്കവാറും CBIനെ കൊണ്ട് അന്വേഷണം കൊണ്ടുവരും. ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ഇതിൽ കൊടുങ്ങും എന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട. നടൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ ഒരു കാര്യമാണ് ദിലീപ് ഇതിൽ കുറ്റക്കാരനല്ല എന്നുള്ളത്. അയാൾ അങ്ങനെ ഒരു തെമ്മാടിത്തരം ചെയ്യില്ല എന്നുള്ളത്. സലീം കുമാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എല്ലാവരെയും ഒന്ന് നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളത്. അപ്പൊ തന്നെ ലാല് പറഞ്ഞത് വളരെ മോശമല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സംശയങ്ങൾക്ക് വഴിയൊരുക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലാല് പറഞ്ഞ വാക്കുകൾ, ലാലാണ് ഫസ്റ്റ് സാക്ഷി ഈ ഒരു വിഷയത്തിൽ. സാക്ഷിയല്ല, ഫസ്റ്റ് അവരെയാണ് ഈ ഒരു നടി അപ്രോച്ച് ചെയ്യുന്നത്, അവരുടെ വീട്ടിലേക്കാണ് വരുന്നത്. ആ ഒരു വീട്ടിലേക്ക് എത്തിയ ആ ഒരു നിമിഷം മുതലുള്ള കാര്യങ്ങൾ അയാൾ പറഞ്ഞത് പലതും വ്യത്യസ്തമാണെന്നുള്ളതാണ്. മാർട്ടിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എല്ലാം ചേർത്ത് വെക്കുമ്പോൾ സംശയങ്ങളുടെ വലിയൊരു കൂമ്പാരം തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അത്ര നല്ല സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.